ഇവനാണ് അരിഞ്ഞാണം വരെ അടിച്ചു കൊണ്ടുപോകുന്ന അപ്പോത്തുലിയൻ. സ്ഥലത്തെ പ്രധാന അപ്പോത്തുലിയന്മാരെ ITV ന്യൂസ് ഇവന്മാരുടെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കി വലിച്ചു കീറി പുറത്തിട്ടപ്പോൾ അതിൽ പലവന്മാരും പണി നിർത്തി പഴയ മൈക്കാട് പണിക്ക് പോയി തുടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ആ ഗ്യാപ്പിൽ മറ്റൊരു അപ്പോത്തുലിയൻ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. പല വിശ്വാസികളും ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവാം, നാട്ടിൽ പിടിച്ചുപറിയും തൊട്ടിത്തരവും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളുമായി നടന്നിരുവന്മാർ പാച്ചർമാരും അപ്പോത്തുലിയന്മാരുമായി തട്ടുപൊളിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കുട്ടൻസ് എന്താണെന്ന് അവർക്ക് പിടികിട്ടിയിരുന്നില്ല. എന്നാൽ നിങ്ങളിന്ന് ഈ അപ്പോത്തുലിയൻ്റെ പ്രകടനം കണ്ടാൽ അവന്മാർ ഭവനവേദനവും പിടിച്ചുപറിയും എന്തുകൊണ്ട് നിർത്തി ഈ മാർഗം സ്വീകരിച്ചു എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. ആദ്യം നമുക്ക് ഈ മൈത്താണ്ടിയുടെ പ്രകടനം ഒന്ന് കാണാം. ആത്മസംയമനം പാലിച്ചു വേണം ഇത് കാണാൻ. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 100 രൂപ ഒരാൾക്ക് ഞാൻ കൊടുക്കുമ്പോൾ if I'm giving 100 rupees to someone else, 110 രൂപ ദൈവം തിരിച്ചു തരും. am I 110 rupees I'll get? ഞാൻ പറഞ്ഞ മനസ്സിലായോ? How many of you understood what I'm saying? ഇന്ന് ഇവിടെ സ്തോത്രകാഴ്ച എടുക്കുന്നില്ല. We are not collecting offertory today. കേട്ടോ, ഇന്ന് സ്തോത്രകാഴ്ച ഇല്ല ചർച്ചില്. There is no offertory today. പകരം ഈ ഹാളിൽ എത്ര പേരുണ്ടോ, Instead of that, അത്രയും പേരുടെയും പേഴ്സ് എടുക്കണം. you all take your wallet right now. കമോൺ എടുക്ക. തിരിച്ച് നിങ്ങൾ എങ്ങനെ പോവോ നടന്നു പോവോ അതൊന്നും എന്റെ വിഷയമല്ല. I don't know how you return your home. ഇന്ന് കർത്താവ് ഇത് ചെയ്യാൻ പറഞ്ഞു, ചെയ്യിപ്പിക്കുന്നു. The Holy Spirit is leading me to do this, so I'm doing this. എത്ര പേരുണ്ടോ അത്രയും പേരും. All people take your wallet. എടുക്കടാ, പേഴ്സ് ഉണ്ടോ? പിന്നെ ഇത് കട്ട് ചെയ്യാനിരിക്കുന്ന ചേട്ടന്മാര് പറ്റുവാണെങ്കിൽ നല്ല രീതിയിൽ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടണം. കുറച്ചുകൂടെ ഞങ്ങളെ ഫേമസ് ആക്കി തരണം. എടുത്തവര് കൈ പൊക്കിക്കേ. Please raise up your hands if you take your wallet. എനിക്ക് എണ്ണണം കൈ. I want to count. ജസ്റ്റിൻ ബ്രദർ ഒന്ന് എണ്ണിക്കേ, എത്ര കൈ പൊങ്ങിയിട്ടുണ്ടെന്ന് എൻ്റെ ചെവിയിലേ വന്ന് പറയാവുള്ളൂ. റിയ എണ്ണിക്കേ, ഈ സൈഡിൽ നിൽക്കുന്നവരെ എണ്ണിക്കേ, എത്ര പേരാന്ന് എണ്ണിക്കേ. നിന്റെ കൈയും പൊക്കണം, പൊക്കടാ. ബ്ലെസ്സിങ് വേണ്ടവര്, എനിക്ക് നിർബന്ധമില്ല. If you need blessing, you raise your hands. എല്ലാരും പൊക്കിയോ? Hope everybody hands is raised. സോറി, പേഴ്സ് ഇല്ലാത്തോണ്ടായിരിക്കും. ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉള്ളവരും കൂടെ കയറിയോ? നിന്റെ പേഴ്സ് ഇല്ലേ? ഇല്ല. പൈസ ഉണ്ടോ അക്കൗണ്ടിൽ? ഉണ്ടാ? ഉണ്ട്. കൈ പൊക്ക, എല്ലാരും പൊക്ക. ഓക്കെ, ഈ നിൽക്കുന്ന നിങ്ങളിൽ, Among us, ഈ കൈ പൊക്കി പിടിച്ചേക്കുന്ന നിങ്ങളിൽ 1000 രൂപ കയ്യിലെടുക്കാൻ ഇല്ലാത്തവരില്ലല്ലോ. അതില്ലാത്തവരെ ഞാൻ വെറുതെ വിട്ടേക്കുന്നു. 500 രൂപ കാണുമല്ലോ. you will have 500 rupees balance with you. ഓക്കെ, മിനിമം ഞാൻ പറയുകയാണ് 1000 or 2000. Minimum 1000 or 2000. എന്തായാലും ഇത് പറയാതെയും ചെയ്യാതെയും തെറി കേൾക്കുന്നുണ്ട്. Anyway, എന്നാ പിന്നെ ചെയ്തിട്ടങ്ങ് കേൾക്കാം. നിങ്ങളുടെ പേഴ്സിനകത്തുനിന്ന് 2000 എടുക്കാൻ തോന്നുന്നവർ 2000 എടുക്കുക, 1000 എടുക്കാൻ പറ്റുന്നവർ 1000 എടുക്കുക, 500 വേണ്ട. അന്നേരം 2000-കാർ 500 എടുക്കും. അതുകൊണ്ടാ എടുത്തവ പെട്ടെന്ന് ആ കൈയൊന്ന് പൊക്കി പിടിച്ചേക്കണം. എനിക്ക് സമയമില്ല ഒത്തിരി കളയാൻ, അതുകൊണ്ടാണ്. എടുത്തോ. 2000 എടുത്തോ, ഒരു കൈ പൊക്കിക്കേ. ഞാൻ നോക്കട്ടെ എത്ര പേരുണ്ട്. 2000 എടുത്തൊരു കൈ പൊക്കിക്കേ. ആരുമില്ല, നാണക്കേടാ കേട്ടോ. 2000. ഓക്കെ, 1000. 20,000 ഇട്ടോ? 2000 എന്നാണോ അതോ 20 ഇട്ടെന്നാണോ പറഞ്ഞത്?
എന്നാലും സാരമില്ല, ബാക്കി പൊക്കിപ്പിടി എല്ലാവരും. 20 പേരുടെ അനുഗ്രഹം ഒരുമിച്ച് കൊണ്ടുപോയല്ലോ. എടുത്തു. എന്തേ 1000 എടുത്തവരൊക്കെ ഒന്ന് ഇറങ്ങി വന്നേ. നിങ്ങളൊന്ന് ഇറങ്ങി വന്നേ. നിങ്ങൾക്ക് എൻ്റെ തരല്ലേ, ഇറങ്ങി വാ. ഇനി 20 ഇടാൻ പറ്റുന്നവർ ഇട്ടോ കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഡോക്ടറെ 1 ലക്ഷം എടുത്തിടേ. നിങ്ങൾ ഡോക്ടറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. വലിയൊരു ക്ഷീണത്തിൽ നിന്ന് ആള് സൗഖ്യമായി എഴുന്നേറ്റ് വന്നിരിക്കുക. അവരുടെ ബിസിനസ് എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. 1000 ആണോ? 2000. വേറെ ആരാ? നോബൽ ബ്രദർ വാ. ഇനി ആർക്കായി കൂടെ നിൽക്കാൻ ആഗ്രഹമുള്ള? വായോ. ഒന്ന് എണ്ണിക്കാച്ചാ. തെണ്ടലിന് ISI മുദ്ര ലഭിച്ചിട്ടുള്ള തീവട്ടി തങ്കു, പാണ്ഡൻ ദാരു, പതാക അപറാൻ, ഉണ്ടക്കുഞ്ഞുമോൻ, ഒലക്കിയപ്പാപ്പൻ, അപ്പോത്തുലിയൻ ടിനു, കുർവാസനൻ ജോസഫ്, കുടുംബങ്കലക്കി സജിത്ത്, ഇവന്മാർക്കാർക്കുമില്ലാത്ത തൊലിക്കട്ടിയാണ് ഈ പുതിയ അവതാരം അപ്പോത്തുലിയന്. ഒലക്കപ്പാപ്പനും രാജക്കാട് സിന്ധുവിനും ശേഷം ആര് എന്ന മുണ്ണക്കുഞ്ഞുങ്ങളുടെ ആകാംക്ഷയ്ക്കിത ഒരു പരിഹാരം വന്നിരിക്കുകയാണ്. തെണ്ടുവാണെങ്കിൽ, പിടിച്ചു പറിക്കുകയാണെങ്കിൽ ഇങ്ങനെ വേണം. ഇതാവുമ്പോൾ സ്വയമേ കൊടുക്കുന്നതാണ്, പരാതി ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിടിച്ചുപറിക്ക് കേസ് വരും, അകത്തു പോകും, കള്ളൻ എന്ന പേരും വീഴും. എന്നാൽ ഈ പണിക്കിറങ്ങിയാൽ അപ്പോത്തുലിയൻ എന്ന പേരും കിട്ടും, കാശും കിട്ടും. ഈ പ്രകടനം കണ്ട് നമ്മൾ പൊങ്കാലയിടുകയും അങ്ങനെയെങ്കിലും ഇവനൊന്ന് ഫേമസ് ആയി കച്ചവടം പച്ചപിടിപ്പിക്കാനുമാണ് ആശാന്റെ പദ്ധതി എന്ന് വളരെ വ്യക്തം. അവൻ്റെ പേരാണ് പ്രവീൺ പ്രസാദ്. ഇപ്പോൾ ഇവൻ സ്വയം വിളിക്കുന്നത് അപ്പോത്തുലിയൻ പ്രവീൺ പ്രസാദ് എന്നാണ്. അപ്പോത്തുലിയന്മാർ അങ്ങനെയാണ്, വേറെ ആരും വിളിക്കില്ല, സ്വയമായി അങ്ങ് വിളിക്കും. കോയമ്പത്തൂരിൽ ഒരു ഫാമിൽ എരുമയെ കറവയായിരുന്നു പരിപാടി. ഇപ്പോൾ മുണ്ണക്കുഞ്ഞുങ്ങളെ കറന്ന് ജീവിക്കുന്നു. ഇപ്പോൾ താമസം എറണാകുളം തിരുവാങ്കുളത്തിന് സമീപമാണെന്നും തോന്നുന്നു. പ്രവചനമാണ് ആശാന്റെ സ്പെഷ്യലൈസ്ഡ് ഏരിയ. നിക്കറിൽ അല്ലെങ്കിൽ പോക്കറ്റിൽ എത്ര കാശുണ്ടെന്ന് ആശാൻ പ്രവചിച്ച് പറഞ്ഞു കളയും. അവസാനം അത് സ്വന്തം പോക്കറ്റിലാക്കുവാനുള്ള കഴിവും ഇയാൾക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഒരിടത്ത് പേര് വിളിച്ച് പറഞ്ഞ് പ്രവചനം നടത്തി പൊളിഞ്ഞ് ആളുകൾ പഞ്ഞിക്കിടുമെന്ന് വന്നപ്പോൾ കണ്ടം വഴി ഓടി രക്ഷപ്പെട്ടു എന്നാണ് വിവരം. അതുപോലെ നിങ്ങളുടെ വീടുകൾക്കകത്ത് തങ്കം വേണോ? ഈ അപ്പോത്തുലിയൻ അത് വരുത്തി തരും. സംശയമുണ്ടോ? ഞാൻ കണ്ടു. Shy to share my testimonies. കാരണം ഇന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുകയാണ്. Because I am blessed. I am blessed now. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. Amen. My God has blessed me. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാവരുടെയും വീടുകൾക്കകത്ത് തങ്കം വരട്ടെ. Amen. Amen. Hallelujah. The gold is coming into your house. ഇത് വേണ്ടാത്തവർ ഇപ്പോൾ ഉള്ളത് ഇങ്ങൂരി തന്നെ. Please remove your gold and give it to me if you don't want the gold. ഇതിപ്പോ ഈ പറഞ്ഞ ദൂത് വേണ്ടാത്തവര് ഉള്ളത് ഇങ്ങൂരി തന്നെ. Amen. If you don't want to receive this prophecy, please give me the gold. Hallelujah. Hallelujah. ഇത് ഡയമണ്ട് ആണോ? ആമേൻ. ഒന്ന് പറഞ്ഞേ, തങ്കം വരും. Amen. The gold has come. യഹോവ സ്ഥിതി മാറ്റിയാൽ, Amen. The God has changed your situation. അവൻ നിന്നെ ആദരിക്കും. Amen. He will going to respect. അതുപോലെ പാൻഡൂരി പോകാതിരിക്കാൻ കെട്ടിയിരുന്ന ബെൽറ്റൂരി അഭിഷേകം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാ കണ്ടു. In the name of Jesus, in the name of Jesus, I am reopened. Amen. In the name of Jesus, hallelujah, hallelujah. In the name of Jesus, I am opening the apostolic mantle. Amen. Your travel has started. Amen. Hallelujah, hallelujah, hallelujah. Amen. Hallelujah. Thank you, Jesus. Thank you. Take it in the name of Jesus. Amen. Hallelujah. Amen. Hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah. 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 Amen. Hallelujah. Hallelujah. The apostolic mantle is opening now. Hallelujah. Hallelujah. In the name of Jesus. In the name of Jesus. The name of Jesus. In the name of Jesus. The name of Jesus. Hallelujah. Hallelujah. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തെയും
ക്രിസ്ത്യാനികളെയും അപമാനിക്കുന്ന ഇത്തരം പൈശാചികദാസന്മാരുടെ അടുത്ത് നിങ്ങൾ പോയി ദയവായി വീഴരുത്. അന്ത്യകാലത്ത് ഇതുപോലെയുള്ള പലതരം ഐറ്റപ്പഴകൾ വരും, കരുതിയിരിക്കണമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം വായിക്കാത്ത മൊണ്ണക്കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഇവന്മാരുടെ പുറകെ പോകുന്നു, ഇവന്മാരുടെ വലയിൽ വീഴുന്നു. ഇതിവൻ്റെ വയറ്റിപ്പഴപ്പാണെന്ന് ആരും തിരിച്ചറിയുന്നില്ല. യഥാർത്ഥത്തിൽ ഇവനട്ടല്ല അടി കൊടുക്കേണ്ടുന്നത്, തിരണ്ടിവാല് വെച്ച് അടി കൊടുക്കേണ്ടുന്നത് ഇവൻ്റെ പുറകെ പോകുന്നവന്മാരെയാണ്. ഈ കറവക്കാരൻ്റെ പുറകെ വ്യാധി മാറ്റാൻ ഡോക്ടർമാർ വരെ ക്യൂ നിൽക്കുകയാണെന്നാണ് ഇവൻ തന്നെ പറയുന്നത്. ഇവൻ്റെ പോട്ടെ, ഇവൻ്റെ പുറകെ പോകുന്ന ആ മുണ്ണകളുടെ വിവരം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അയച്ചു തരിക. അടിയന്തര ചികിത്സ അവർക്കാണ് ആവശ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.